എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ഒരാളോട് നിർബന്ധിച്ചിട്ട് പറയാം. അപ്പം നമ്മൾ ആ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുന്ന വേർഡ് ഏതായിരിക്കും? ഷുഡ് എന്നുള്ള വേർഡ് അവിടെ കാണാം. ആ ഒരു സെൻറ്റൻസിൽ ഷുഡ് എന്നുള്ളതായിട്ട് കാണാം. ഓക്കെ, സോ നീ ഈ ഭക്ഷണം ട്രൈ ചെയ്യണം. നമ്മൾ ഒരാളോട് പറയാം നീ എന്തായാലും ഈ ഭക്ഷണം ട്രൈ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരാളോട് പറയാം. സോ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യു ഷുഡ് ട്രൈ ദിസ് ഫുഡ്. ഓക്കെ, യു ഷുഡ് ട്രൈ ദിസ് ഫുഡ്. നീ ഈ ഭക്ഷണം ട്രൈ ചെയ്യണം. സോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുള്ളതിന് നമ്മൾ ഷുഡ് എന്നാണ് പറയുക. ഇനി വേറെ പല സിറ്റുവേഷൻസിൽ പല സെൻറ്റൻസസിൽ നമുക്ക് കാണാം ഷുഡ് ബി എന്നും കൂടി കാണാം. അപ്പോൾ ഷുഡ് ബി എന്ന് എന്തുകൊണ്ടായിരിക്കും ഉദ്ദേശിക്കുന്നത്? നീ ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നീ ഇവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കൊക്കെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നൊക്കെ നിർബന്ധിച്ചിട്ട് പറയാറില്ലേ? സോ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന സമയത്ത് ഷുഡ് ബി എന്നാണ് പറയുക. ഇനി ചെയ്യണം എന്നാണെങ്കിൽ ഷുഡ് ആണ് പറയുക. സോ ഷുഡ് ആൻഡ് ഷുഡ് ബി തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് പല സെൻറ്റൻസസിലൂടെ നോക്കാം. നീ ഈ ഭക്ഷണം ട്രൈ ചെയ്യണം, യു ഷുഡ് ട്രൈ ദിസ് ഫുഡ് എന്ന് പറയാം. ഇനി നീ അവനോട് സംസാരിക്കരുത്, നീ അവനോട് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ സംസാരിക്കരുത് എന്നാണെങ്കിൽ എങ്ങനെ പറയാം? യു ഷുഡ് നോട്ട് ടോക്ക് ടു ഹിം. ഓക്കെ, യു ഷുഡ് നോട്ട് ടോക്ക് ടു ഹിം. നീ അവനോട് സംസാരിക്കരുത്. ആൻഡ് ഈ ഷുഡ് നോട്ട് എന്നുള്ളത് ഒന്നുകൂടി നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഷുഡിൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഷുഡിൻറ്റ് എന്ന് പറയാം. ഷുഡ് നോട്ട് എന്ന് പറയണ്ട, ഷുഡിൻറ്റ് എന്നും ഷോർട്ടായിട്ട് പറയാം. ഓക്കെ, യു ഷുഡ് നോട്ട് ടോക്ക് ടു ഹിം. നീ അവനോട് സംസാരിക്കരുത്. ഇനി വെള്ളിയാഴ്ചക്കകം പണി പൂർത്തിയാക്കണം. എന്തെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ പ്രൊജക്റ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് തന്നിട്ട് നമ്മളോട് പറയാണ് വെള്ളിയാഴ്ചക്കകം പണി പൂർത്തിയാക്കണം എന്ന് നമ്മളോട് പറയാം. സോ അതെങ്ങനെയാ? ദ വർക്ക് ഷുഡ് ബി. ഓക്കെ, ഇവിടെ ഷുഡ് ബി എന്നാണ് വന്നത്. ദ വർക്ക് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഫ്രൈഡേ. ഓക്കെ, ദ വർക്ക് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ ഫ്രൈഡേ എന്ന് പറയാം. ഓക്കെ, വെള്ളിയാഴ്ചക്കകം പണി പൂർത്തിയാക്കണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതിന് ഉണ്ടായിരിക്കണം എന്നാണെങ്കിൽ നമ്മൾ ഷുഡ് ബി ആണ് യൂസ് ചെയ്യുക. സോ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് കോമന്റ് ബോക്സിൽ കോമന്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. English Cafe. We present you the perfect English.